സംസ്ഥാനത്തെ മേഖലകളായി തിരിച്ച് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. 3 ജില്ലകളെ ഒരു മേഖലയായി തിരിച്ചാകും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾക്കും KPCC ഭാരവാഹികൾക്കും MPമാർക്കുമാകും മേഖലയുടെ ചുമതല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയെങ്കിലും അത് സംഘടനയുടെ കരുത്ത് കൊണ്ടല്ലെന്ന വിലയിരുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന KPCC നേതൃയോഗത്തിൽ ഉയർന്നത്. പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയുമുള്ള ഭരണവിരുദ്ധ വികാരം UDF-ന് ഗുണം ചെയ്തുവെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അത്ഭുതം കൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ഫലം ഉണ്ടാകണമെന്നില്ലെന്നും നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. അതിനാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്ത് ജില്ലകളെ മേഖലാടിസ്ഥാനത്തിൽ തിരിച്ച് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. 3 ജില്ലകൾ ഒരു മേഖല എന്ന കണക്കിലായിരിക്കും പ്രവർത്തനം. രാഷ്ട്രീയകാര്യ സമിതി KPCC ഭാരവാഹികൾക്കും MPകൾക്കുമാകും മേഖലകളുടെ ചുമതല. പല ജില്ലകളിലും ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് മേഖല തിരിച്ചുള്ള പ്രവർത്തനത്തിന് KPCC നേതൃത്വം ആലോചിക്കുന്നത്. വയനാടും പാലക്കാടും ചേലക്കരയുമുള്ള ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മേഖലയ്ക്കുള്ള പ്രവർത്തനം ആരംഭിക്കുക. ജനം, തിരുവനന്തപുരം.